ഹലോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അരി കുതിർത്തരക്കുക അല്ലെങ്കിൽ അതുപോലെ തന്നെ പഴം ചേർക്കുകയൊന്നും ചെയ്യേണ്ട, എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ശർക്കരപ്പാനി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു കപ്പ് ശർക്കര പൊടിച്ചിട്ട് ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അച്ചെടുക്കുകയാണെങ്കിൽ 3 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പിൽ അളവ് കൃത്യമാവാൻ വേണ്ടിയിട്ടാണ് കപ്പിൽ കാണിച്ചത്. ഇനി കപ്പില്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.25 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഉരുക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മളിത് അരിപ്പൊടിയിലാണ് കേട്ടോ തയ്യാറാക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് 250 ml കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി ചേർത്തി കൊടുക്കുക. ഇനി കപ്പില്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ എല്ലാം അളന്നെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് മൈദപ്പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് ചെയ്ത പൊടിയിലേക്ക് നമ്മൾ ഇളം ചൂടുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂടോടെ ഒഴിക്കണ്ട, ഇളം ചൂടുള്ള ശർക്കരപ്പാനി, നല്ല ചൂടാറും ചെയ്യരുത് കേട്ടോ. അത് ഞാൻ കുറച്ചായിട്ട് ആദ്യം ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുത്ത പാടിനെ പെട്ടെന്ന് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അങ്ങനെ ഞാൻ കുറച്ചായിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ ഓരോ പത്തിരിപ്പൊടിക്ക് വെള്ളത്തിൽ വ്യത്യാസം വരും, അതുകൊണ്ടാണ് കുറച്ചായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണേ. അങ്ങനെ ഞാൻ ആ മുഴുവൻ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിതിലേക്ക് അത് ഫുള്ളായിട്ട് തന്നെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ അത് ഒഴിച്ച് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിർബന്ധമില്ല, ഒന്നും പാടെ ഒന്ന് സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് മിക്സിയിൽ അടിച്ചിടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ മിക്സിയിൽ അടിച്ചത് ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം റവ ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് ചേർത്തിട്ടുള്ളത്. അപ്പസോഡ ഒരിക്കലോ കൂടി പോവരുത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ജീരകത്തിൻ്റെ പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താട്ടോ. ഇനി ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കറുത്തുള്ളും പാടെ ഒരു ടീസ്പൂണ് നെയ്യിൽ ഞാനിതൊന്ന് വറുത്തെടുത്തതാണ്. അതും പാടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ അപ്പസോടൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ അവിടെ രീതിയിൽ തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ലൂസിലാണ് കേട്ടോ ഉള്ളത്. നെയ്യപ്പത്തിൻ്റെ അത്ര തന്നെ കട്ടിയല്ല, എന്നാൽ പറ്റ ലൂസും ആയിട്ട് പോവരുത്. ഏകദേശം ഇതേ ഒരു കട്ടിക്കട്ടോ. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല, ഈ സമയത്ത് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇനി ഇത് നമുക്ക് ചുടാനുള്ള ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത്. അത് നല്ലവണ്ണം ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതിലേക്ക് ഒരു 1/4 ഭാഗം കേട്ടോ, ഒരുപാട് നിറച്ചിട്ട് ഒഴിച്ചു കൊടുക്കരുത്, ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഇത് എടുത്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പമാണ്, നമുക്ക് ഇങ്ങനെ ഒരു വക്കുള്ള ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കാൻ എളുപ്പമാണ്. അങ്ങനെ ഇത് ഞാൻ ആ മുകൾ വശം ഇങ്ങോട്ട് പൊങ്ങി വരുന്ന സമയത്ത് തന്നെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടിവശവും അതുപോലെ തന്നെ പിന്നെ ഒരുപോലെ റൗണ്ടായിട്ട് തന്നെ നമുക്ക് കിട്ടും. പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കാറാണ് കേട്ടോ. ഞാൻ എപ്പോൾ ഉണ്ണിയപ്പം തയ്യാറാക്കുമ്പോഴും ഇത് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കും. അങ്ങനെ നമുക്ക് അടിവശവും റൗണ്ടായിട്ട് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുകൾ വശം ആയി വന്നതിന് ശേഷം ഒന്നും പാടെ തിരിച്ചിട്ട് കൊടുക്കും. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം തിരിച്ചിട്ടിട്ടാട്ടോ അത് കുക്ക് ചെയ്തെടുക്കാറുള്ളത്. അങ്ങനെ 2 വശം ഞാൻ തിരിച്ചിട്ടിട്ട് ഏകദേശം നല്ലവണ്ണം ഡാർക്ക് കളറാവാൻ നിൽക്കരുത്. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് കുക്ക് ചെയ്യണേ. അങ്ങനെ ഞാൻ ഇത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് വെച്ചിട്ട് എനിക്ക് ഈ ഉണ്ണിയപ്പച്ചട്ടിയിൽ 3 പ്രാവശ്യമായിട്ട് ഞാൻ ഇതിൽ ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റും ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉൾവശമൊക്കെ കേട്ടോ നല്ലവണ്ണം സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ ഉൾവശം നല്ലവണ്ണം തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ വിഷുവൊക്കെ അല്ലേ വരുന്നത്, ആ സമയത്ത് നമുക്ക് മാവ് റെസ്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ വളരെ പെട്ടെന്ന് അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.